അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നഖം വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ശനിയാഴ്ച നഖം വെട്ടിയാൽ വലിയ വലിയ അസുഖങ്ങൾ വരും, ഞായറാഴ്ച നഖം വെട്ടിയാൽ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും, ചൊവ്വാഴ്ച നഖം വെട്ടിയാൽ നാശമുണ്ടാകും. ഇതിനൊന്നും അടിസ്ഥാനമില്ല. മറിച്ച് മനുഷ്യപ്രകൃതിയുടെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒരു കാര്യമാണ് നഖം വെട്ടുക എന്നുള്ളത്. നമുക്ക് കാണാൻ കഴിയും, നഖം വെട്ടുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച ദിവസപരിധി എന്ന് പറയുന്നത് അക്സറ മിൻ 40 ലൈല, 40 ദിവസത്തിനുള്ളിൽ, 40 ദിവസം വിട്ടുകിടക്കാതെ 40 ദിവസത്തിനുള്ളിൽ നഖം വെട്ടുക എന്നതാണ് പ്രവാചക ചര്യ. വെള്ളിയാഴ്ച നഖം വെട്ടൽ പ്രത്യേക സുന്നത്താണ്, വെള്ളിയാഴ്ച രാവിലെ നഖം വെട്ടൽ പ്രത്യേക സുന്നത്താണ് എന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിനൊന്നും അസ്ലുകളില്ല. പക്ഷെ 40 ദിവസത്തിലധികം നഖം നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അതുപോലെ തന്നെയാണ് കക്ഷരോമത്തെക്കുറിച്ചും അതുപോലെ തന്നെ മീശയുമായി ബന്ധപ്പെട്ട അതൊക്കെ ചെറുതാക്കേണ്ടത് 40 ദിവസത്തിനുള്ളിൽ ചെറുതാക്കണമെന്നാണ്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുഹ്യസ്ഥാനത്തെ രോമമാണെങ്കിലും കക്ഷരോമമാണെങ്കിലും മീശയാണെങ്കിലും നഖമാണെങ്കിലും ഒഴിവാക്കപ്പെടേണ്ട രോമങ്ങളൊക്കെ 40 ദിവസത്തിനുള്ളിൽ അത് ചെയ്യണം. അതിൽപ്പെട്ടതാണ് നഖം. അത് 40 ദിവസത്തിനുള്ളിൽ വെട്ടിക്കളയണമെന്നുള്ളതാണ്. ആഴ്ച വെട്ടാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഏത് സമയത്തും വെട്ടാം, രാത്രിയോ പകലോ ഇന്ന ദിവസമോ അങ്ങനെയൊന്നുമില്ല, ഏത് സമയത്തും വെട്ടാം. ഇതൊക്കെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ നഖം വെട്ടൽ അപകടമാണ്, അപശകനമാണ്. ഇതൊന്നും ഇസ്ലാമിൽ അടിത്തറയില്ലാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കുക. 40 ദിവസത്തിനുള്ളിൽ നിർബന്ധമായും നഖം വെട്ടിയിരിക്കണം, മീശ വെട്ടി ചെറുതാക്കിയിരിക്കണം, കക്ഷരോമങ്ങൾ നീക്കണം, ഗുഹ്യസ്ഥാനത്തെ രോമങ്ങൾ നീക്കണം. ഇത് പ്രവാചകൻ പഠിപ്പിച്ച പ്രബലമായ സുന്നത്താണെന്ന് അറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.